ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേള സിനിമാ പ്രേമികൾക്ക് അവിസ്മരണീയമായ ദൃശ്യവിരുന്നാണ് ഒരുക്കിയത്. നമ്മളോടൊപ്പം കുറച്ച് ഡെലിഗേറ്റുകൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഹായ്, ഇത്തവണ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഏതാണ്ട് അവസാനിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം ഇത്തവണത്തെ മേളയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്രാവശ്യം കുറച്ച് വൈകി എത്തിയത്, കാരണം വർക്ക്സ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഇപ്പോൾ മാറി നിൽക്കുകയായിരുന്നു. അപ്പം ഇപ്രാവശ്യം വന്നിട്ട് വളരെ പെട്ടെന്ന് ഡേയ്സ് തീരും. ഇപ്പം നമുക്ക് ഇപ്പം 7 ദിവസം വരുമ്പോഴും നമുക്ക് ഇപ്പം കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഈ 7 ദിവസം പോകുന്നത് അറിയത്തില്ല. കാരണം നമുക്കിവിടെ പുതിയ പുതിയ കോൺടാക്ട്സ്, ഇപ്പം ഞങ്ങളെല്ലാവരും ഫിലിമിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ടും ആക്ടേഴ്സായിട്ടൊക്കെ. അപ്പം നമുക്കിവിടെ ആ ഒരു സമയം പോകുന്നതേ അറിയത്തില്ല. പിന്നെ കൂടുതലും ഇപ്പം ഇൻ്റർനാഷണൽ ഫിലിംസ് കാണാം, മലയാളത്തിനേക്കാൾ ഉപരി, മലയാളത്തിനെ കുറച്ച് കാണാനല്ല, ബട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു എന്ത് പറയാൻ ഇൻ്റർനാഷണൽ ഫിലിംസിലോട്ടുള്ള ഒരു ഗേറ്റ് വേ ആയത്. സോ അതങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പം എന്ത് പറയാൻ, നമുക്കിപ്പം കുറേ ആൾക്കാരുമായിട്ട് പുതിയ പുതിയ ജോണേഴ്സിലുള്ള ഡയറക്ടേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുക, ആർട്ടിസ്റ്റുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കൂടുതലും നെറ്റ്വർക്കിങ്ങിനാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. സിനിമ കാണുന്നതിനേക്കാൾ ഉപരി അതാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിങ്ങനെ തീരുന്നു, ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് 2 വട്ടം ഉണ്ടായിരുന്നത്. ജാനുവരിയിലും ഉണ്ടായിരുന്നു, ഡിസംബറിലും നടത്തിയായിരുന്നു. അപ്പോൾ ഇതേപോലെ IFFK ആ വെയിറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു സുഖം അടിപൊളിയാണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് IFFK വരുന്നത്. പിന്നെ വന്നപ്പോൾ നല്ല കുറേ കോണ്ടാക്ട്സ് കിട്ടി. പിന്നെ ഋഷിയോടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ആർട്ട്. പിന്നെ മെയിൻലി ആക്ടറാണ്, അത് ചെയ്യാനാണ് താല്പര്യം. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.